ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗ് ആട്ടോ. സത്യം പറയുവാണെങ്കിൽ എനിക്ക് 3 ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഈ വർഷം. ഞാൻ 11 വയസ്സായപ്പോഴത്തേക്കും സത്യം പറഞ്ഞ ഒരു നോർമൽ ഡേ ആയിട്ട് പോകാൻ വലിയ ആഘോഷമൊന്നും വേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞങ്ങൾ കുറേ ആഘോഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു. ഞങ്ങൾ ഫസ്റ്റ് തന്നെ അച്ഛയും ഞങ്ങളും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നിട്ട്, ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. മുമ്പേ കണ്ട കോട്ടും എടുത്തു. അപ്പോഴാണ് അടുത്ത സർപ്രൈസ്. പ്രോഗ്രാം പോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ഒരു ട്രീറ്റ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതിനൊരു പ്രാക്ടീസിന് പോയപ്പോഴാണ് അപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ഗിഫ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു അടിപൊളി കേക്കായിട്ട് വന്നു കേട്ടോ. ജീനാൻറ്റി ഒരു ബേക്കറാണ്. അപ്പോൾ ജീനാൻറ്റി ഉണ്ടാക്കിയ ഒരു അടിപൊളി ഫെറാറോ റോഷർ കേക്കാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ഒത്തിരി സർപ്രൈസ്ഡ് ആയിരുന്നു അവർ വന്നപ്പോഴത്തേക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എനിക്ക് ആദ്യം സർപ്രൈസ് എന്ന ഫാമിലിയില്ലേ, അവരും കൂടെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്ക് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ബർത്ത്ഡേയ്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 31st ഇത്. ഞങ്ങൾ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ രാവിലെ ഞങ്ങൾ ജീസസ് യൂത്തിലെ ഒരു ഫാമിലിയുടെ വീട്ടിൽ ഞങ്ങൾ പോയി. ഒന്ന് ജസ്റ്റ് അവിടെ വൈകുന്നേരം വരെ നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. ഇന്നലെ വാങ്ങിച്ച ജാക്കറ്റ് ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് പോകുകയാണ്. 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ചെസ്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ 2 ബർത്ത്ഡേസ് തന്നെ ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് എൻ്റെ ബർത്ത്ഡേ പോയത്. ഇതുവരെ എൻ്റെ 10 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ബർത്ത്ഡേയ്സ് ഒരുമിച്ച് കേക്ക് ഇത്രയും മുറിച്ചിട്ടില്ല. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛക്ക് അതിൻ്റെ ഇടയ്ക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവാണ്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇംഗ്ലണ്ട്, UK, നമ്മുടെ ഫോറിൻ രാജ്യങ്ങൾ അറിയാലോ, എവിടെ നോക്കിയാലും അടിപൊളിയാണ്. ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള വീടുകൾ ഒക്കെ കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ഞങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്യാറുണ്ട്. പക്ഷേ ചിലപ്പോഴേ, ഒത്തിരി എന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോഴേ ട്രാവൽ ചെയ്യാറുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് 5 പേർക്ക് ഒരുപോലെ ഒത്തിരി ഇഷ്ടമാണ് ട്രാവലിംഗ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് പോകുന്നത് ഓരോ സ്ഥലത്തേക്കും. പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ടെസ്കോ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അത് വലിയൊരു ടെസ്കോ ആണ്. ടെസ്കോ എന്ന് പറഞ്ഞാൽ UK ഒരു വലിയൊരു ഒരു കടയാണ്. അപ്പോൾ അവിടുത്തെ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ പോയി. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി. അവരുടെ വീട്ടിൽ ഇത് കണ്ട ഒരു ക്യൂട്ടായിട്ടുള്ള സാന്റാക്ലോസിൻ്റെ ഈ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അടുത്ത അടിപൊളി സർപ്രൈസ്. അവിടെ ഒരു കേക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കേക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് കുറച്ച് ഗിഫ്റ്റുകളും ഒക്കെ തന്നു. ഞാൻ അവിടെ നിന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് കഴിച്ചു കേട്ടോ. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒരു പാട്ടൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് എൻജോയ് ചെയ്തു കേട്ടോ ഞങ്ങൾ. അപ്പോൾ
ഇതായിരുന്നു എൻ്റെ 3ാമത്തെ ബർത്ത്ഡേ. ഒരു ബർത്ത്ഡേക്ക് 3 കേക്കുകൾ ഞാൻ മുറിച്ചു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അമ്മയും അച്ഛയും വരെ ഒത്തിരി ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ ഇവിടെ ഇത് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 3 ബർത്ത്ഡേയ്സ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ കേക്ക് കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ബർത്ത്ഡേ വളരെ മിനിമലായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇത് ഇത്രയും അടിപൊളി ബർത്ത്ഡേയ്സ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ താങ്ക് യു എവരി വൺ ഫോർ സർപ്രൈസിങ് മീ. പിന്നെ അങ്ങനെ ഒത്തിരി സർപ്രൈസസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നാട്ടിൽ വെച്ചാണെങ്കിൽ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് ഏതൊക്കെ കേക്കാണ് വേണ്ടത് അതൊക്കെ പ്രീ ഓർഡർ ചെയ്ത് ആൾക്കാരെയൊക്കെ വിളിച്ച് അങ്ങനെയല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. പക്ഷേ ഈ സർപ്രൈസ് കിട്ടുമ്പോൾ വേറൊരു ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ നമുക്കൊരു സർപ്രൈസ് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമല്ലേ. അത് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ കുറച്ച് പൂക്കളും പിന്നെ ശരി ചോക്ലേറ്റ്സും ഒക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാർഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമായി കിട്ടിയതിൽ. എനിക്ക് ഗിഫ്റ്റൊന്നും അല്ല ഏറ്റവും പ്രധാനം. നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ബർത്ത്ഡേ ആണ്, നമുക്ക് ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടല്ലോ, അതെനിക്ക് ഒത്തിരി സന്തോഷമാണ്. പിന്നെ അവിടെ ഫുഡ് കഴിച്ചു. ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു കേട്ടോ. എങ്ങനെ ഇവർക്ക് മനസ്സിലായി എനിക്ക് ഫ്രൈഡ് റൈസ് ഒത്തിരി ഇഷ്ടമാണ്. പ്ലസ് ചിക്കനും കൂടെ ഫ്രൈഡ് ചിക്കനും കൂടെ ആകുമ്പോൾ അടിപൊളിയാകും. പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ ഫുഡ്. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ആത്തിനും ആമിക്കും എനിക്കും അമ്മയ്ക്കും അച്ഛയ്ക്കും ഒക്കെ ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു ഫോർ ദ ഫുഡ് ആൻഡ് മൈ സർപ്രൈസ്. മേരി ആൻറ്റിയുടെയും പിന്നെ കോഡ്വിനങ്ങളുടെയും വീട്ടിലാണ് ഞങ്ങൾ പോയത്. ഒരു ബ്യൂട്ടിഫുൾ ഹൗസാട്ടോ അവർക്കുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാ ഫുഡും സെറ്റാക്കി വെച്ച് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അവരുടെ ബാക്ക് ഗാർഡനൊക്കെ കാണണം. ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് അടുത്തതായിട്ട് ചെയ്തത് ഫുഡ് കഴിക്കാന്നുള്ളതാട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ കുറേ എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു. ഒന്നും നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരം ഫോൺ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ മാതാവിൻ്റെ സ്റ്റാച്ചു ഇതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ അവരുടെ ബാക്ക് ഗാർഡനിൽ വെച്ചിരിക്കുന്നതാണ്. ഞങ്ങളെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ നിന്നിട്ട്. നല്ല തണുപ്പായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഓടി അകത്ത് കയറുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അടിപൊളി ബർത്ത്ഡേ. താങ്ക് യു എവ്രി വൺ ആൻഡ്